ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കും? അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഡിവൈൻ ടൈം ഒറാക്കിൾ ഡെക്കാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 3 പൈലായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പൈൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. ഇതാണ് ഫസ്റ്റ് പൈൽ. ഇതാണ് സെക്കൻഡ് പൈൽ. അടുത്തത് ഇതാണ് തേർഡ് പൈൽ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഇതാണ് കാർഡ് നമ്പർ 1, ഇത് കാർഡ് നമ്പർ 2, ഇത് കാർഡ് നമ്പർ 3. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കും എന്ന് നോക്കാം. അറൗണ്ട് ജൂലൈയോടുകൂടി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. അടുത്ത കാർഡ്, സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവരുടെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്ന് നോക്കാം. ഡോണ്ട് ലൂസ് ഹോപ്പ്. ചിലപ്പോൾ വിചാരിച്ച പോലെ വിചാരിച്ച സമയത്ത് ആ ഒരു കാര്യം നടക്കണമെന്നില്ല, അല്ലെങ്കിൽ നടന്നു കിട്ടണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ തളർന്നു പോകരുത്, പ്രതീക്ഷ നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ആകെ തളർന്നു പോവും, തകർന്നു പോവും. അതിലൊന്നും വീഴരുത്, പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അടുത്ത കാർഡ്, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്ന് നമുക്ക് നോക്കാം. വെരി സൂൺ, വളരെ പെട്ടെന്ന് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടും എന്ന് ആണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയ 3 കാർഡ്സും ഇതാണ്. ആദ്യത്തെ കാർഡ് ചൂസ് ചെയ്തവരുടെ ആഗ്രഹം ജൂലൈയോടുകൂടി നടന്നു കിട്ടും. രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിച്ച പോലെ അത്ര പെട്ടെന്ന് വിചാരിക്കുന്ന സമയത്ത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് മനസ്സ് തളർന്നിരിക്കാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇരിക്കരുത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അതിനൊരു ഡിവൈൻ ടൈം ഉണ്ട്. ആ ടൈം ആകുമ്പോൾ അത് തീർച്ചയായും ലഭിച്ചിരിക്കും. രണ്ടാമത്തെ വെരി സൂൺ എന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു ഡിയേഴ്സ്.